മടങ്ങിയെത്താം. സുജിയ, രാഹുൽ ബാധ്യതയായോ? രാഹുൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് ആദ്യം തന്നെ ബാധ്യതയായിരിക്കുകയാണ്. ആ ബാധ്യത ഇന്ന് വന്ന് തന്റെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഗതികേടും ആ വോട്ടർമാർക്ക് ഉണ്ടായിരിക്കുകയാണ്. തങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് കൊണ്ടാണല്ലോ ആ ബാധ്യത ഇപ്പോൾ ചുമക്കുന്നത് പാലക്കാട്ടുകാർ മാത്രമാണ്. കാരണം കോൺഗ്രസ് എന്തായാലും വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ട് മാറ്റിവെച്ചല്ലോ. അതായത് ആദ്യ സസ്പെൻഷൻ, പിന്നീട് ഡിസ്മിസൽ, അങ്ങനെ വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ട് സണ്ണി ജോസഫ് ആൻഡ് കോ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ചുമക്കുന്നത് പാലക്കാട്ടുകാർ മാത്രമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ജനങ്ങളുടെ ബാധ്യതയായി അവരുടെ മുകളിൽ വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ചിഹ്നം കണ്ട്, കൈപ്പത്തി ചിഹ്നത്തോടുള്ള ഇഷ്ടം കൊണ്ട് വോട്ട് ചെയ്ത ആളുകളടക്കം, അതുപോലെ തന്നെ UDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവിടെ വോട്ട് ചെയ്ത ലീഗുകാരടക്കം, വോട്ട് ചെയ്ത ആരൊക്കെയാണോ അവരെല്ലാവരും ഇപ്പോൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ടോ എന്നുള്ള ഒരു തോന്നലിലേക്ക് പോലും എത്തിയിട്ടുണ്ടാകും. രാഹുൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, കുറ്റാരോപിതൻ മാത്രമാണ് എന്ന ഒരു വാദം ഉയർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളുമുണ്ട്. ആ മണ്ഡലത്തിലും നമ്മളത് കാണുന്നുണ്ട്. കാരണം പാർട്ടി പുറത്താക്കിയ ആളെ പിന്തുണയ്ക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്നവരോട് പാർട്ടി എന്തുകൊണ്ടാണ് തിരിച്ചു ചോദിക്കാത്തത്? പാർട്ടിക്ക് വേണ്ട, അതുകൊണ്ടാണല്ലോ പാർട്ടി പുറത്താക്കുന്നത്. പാർട്ടി അദ്ദേഹത്തെ ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രയധികം പാർട്ടിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത ഒരു ലൈംഗിക വൈകൃതത്തിന് ഉടമയായ ഒരാളെ കൊണ്ടു നടക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ടാണല്ലോ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്നത്. അപ്പോൾ രാഹുൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്വതന്ത്ര MLA ആണ്. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച, അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല, ടെക്നിക്കലി കറക്റ്റ് ആണോ എന്നറിയില്ല, പക്ഷേ ഇപ്പോൾ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചെങ്കിലും ആ ചിഹ്നത്തിന്റെ പിന്തുണയില്ലാത്ത, ചിഹ്നമില്ലാത്ത MLA ആയിട്ടാണ് നിൽക്കുന്നത്. കൈപ്പത്തി ചിഹ്നം ഇനി ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ ഔദ്യോഗികമായി. അപ്പോൾ MLA ബോർഡ് വെച്ച വാഹനത്തിൽ വന്നിറങ്ങി വോട്ട് ചെയ്യുന്ന, അതേ വാഹനത്തിൽ തിരിച്ചു പോകുന്ന, ചായ ഊതി കുടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുമ്പോൾ ചെയ്തു വെച്ച കുറ്റകൃത്യത്തെ എത്രത്തോളം ലാഘവത്തോടെയാണ്, ഒരു ചായ ഊതി, ഇങ്ങനെ ഗുപ്തന് ചായ ഊതി കുടിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങൾ വന്നിരിക്കുമ്പോൾ ആ ലാഘവത്തോടെ ചായ കുടിക്കുന്ന രാഹുലിനെ കണ്ടു കഴിയുമ്പോഴേക്കും അത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കോൺഗ്രസ് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. 15 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക വൈകൃതം, കഴിഞ്ഞ 3 മാസക്കാലമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 15 ദിവസമായി 27-ാം തീയതി അതിജീവിത ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറിയ ആ ദിവസം മുതൽ, അന്ന് കണ്ണാടിയിൽ നിന്ന് മുങ്ങിയതാണ്, കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് മുങ്ങി നേരെ ഇന്ന് 15 ദിവസങ്ങൾക്കിപ്പുറം കുന്നത്തൂർമേട്, പാലക്കാട് നഗരസഭയുടെ ഭാഗമായ കുന്നത്തൂർമേടിലെ തന്റെ പോളിംഗ് ബൂത്തിൽ പൊങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനുള്ള സമയമുണ്ടായിരുന്നു, കസ്റ്റഡിയിലെടുക്കാനുള്ള സമയമുണ്ടായിരുന്നു, അതൊന്നും ഉപയോഗിച്ചില്ല. ഓക്കെ, മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് പോകുന്ന ആൾ മുൻകൂർ ജാമ്യം നേടി വരട്ടെ എന്നൊക്കെ കരുതി ആ ഒരു വിശാല മനസ്കതയോടെ ഇരുന്നതായിരിക്കും സർക്കാർ. അങ്ങനെയല്ലേ കരുതാൻ കഴിയുകയുള്ളൂ. ഇനി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ കണ്ണാടി മുതൽ കുന്നത്തൂർമേട് വരെയുള്ള യാത്ര എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തിൽ അത്രയേറെ ചർച്ചയായ ഒരു യാത്രയായി മാറുന്നത് ഈ ഒളിവിലേക്ക് പോയപ്പോൾ പുറത്തു വന്ന രണ്ടാമത്തെ പരാതി കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ്. 23 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി താൻ നേരിട്ട ദുരനുഭവം, അത് അവളെ ജീവിതം മുഴുവൻ വേട്ടയാടുന്ന ഒരു അനുഭവം ആയതുകൊണ്ടാകുമല്ലോ അവരത് ഒരു ഹോണ്ടിങ് ആയ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായ ഒരു ഇമെയിലാണ്. അത് പാർട്ടിക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്ന് ആദ്യം പരാതി കൊടുത്ത അതിജീവിതയുടെ അനുഭവം മുന്നിലുള്ളത് കൊണ്ട് ആ പരാതിയും ഇതേപോലെ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ തന്നെ ഇമെയിലായി പോയതാണ്. VD സതീശനും സണ്ണി ജോസഫിനും പോയതാണ്. അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം, ആ ഇമെയിൽ അയച്ച 3:15 എന്നുള്ള സമയമടക്കം നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഇമെയിലിനെ കുറിച്ച് ഒരിക്കൽ പോലും പുറത്തു പറഞ്ഞില്ല. ഈ രണ്ടാമത്തെ പരാതി വന്ന വേളയിലാണ് VD സതീശൻ പോലും ആ പരാതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ അനുഭവം തന്റെ പരാതിക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ശ്രീമാൻ സണ്ണി ജോസഫ് വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ ആ ഇമെയിൽ മാധ്യമങ്ങൾക്ക് കൂടി അവർ കോപ്പി വെച്ചത്. അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വരില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അതിന് പിന്നിൽ അവർക്ക് ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്, ഒരു ലീഗലി വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമെയിലാണ് എന്നൊക്കെ പറയുമ്പോൾ അതിജീവിതയെ അപമാനിക്കുകയാണ്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചോളൂ, കാരണം നിങ്ങളുടെ ഒക്കെ ചങ്ങാതിയായിരിക്കും. പക്ഷേ അതിനുവേണ്ടി പരാതി കൊടുത്ത ഒരു സ്ത്രീയെ അപമാനിച്ച സണ്ണി ജോസഫ് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഇങ്ങനെയുള്ള ഒരാളാണ് പാർട്ടിയെ നയിക്കേണ്ടതെന്ന സന്ദേശമാണോ? സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ സണ്ണി ജോസഫിനെ കാണുന്നില്ലേ? പുതുതായി നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഇതിലും എത്രയോ ഭേദമായിരുന്നു കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് തെറ്റിപ്പോയെന്ന് മനസ്സിലായപ്പോൾ തിരുത്താനെങ്കിലും ഒന്ന് തയ്യാറായല്ലോ. പ്രായാധിക്യവും അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള അസ്വസ്ഥതകളും ഒക്കെയുള്ള കെ സുധാകരന് ഉള്ളതും സണ്ണി ജോസഫിന് ഇല്ലാത്തതും ഒരു രാഷ്ട്രീയ മാന്യതയാണ്. കാരണം ആ രാഷ്ട്രീയ മാന്യത സണ്ണി ജോസഫ് കാണിക്കണമായിരുന്നു. ഇന്ന് എന്തായാലും അത് കാണിച്ചിട്ടില്ല. ഇപ്പോൾ സ്ത്രീ ലമ്പടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സ്ത്രീ ലമ്പടൻ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല കേട്ടോ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. സ്ത്രീ ലമ്പടന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ നേരിട്ട് ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ലൈംഗികാതിക്രമം കാണിച്ചു, ലൈംഗിക വൈകൃതം കാണിച്ചു, അത് മാത്രമല്ല ആ ഒരു പേരിന് അർഹത കിട്ടുന്നതിന് ഈ വിഷയങ്ങളിലുള്ള താല്പര്യം കൂടി ആ ഒരു വാക്കിന് പിന്നിൽ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ പെട്ടെന്ന് കുറെ ആളുകൾക്ക് കഴിയാതെ പോയത്? അത് കോൺഗ്രസിലെ നേതാക്കൾക്ക് നേരെ ഉയർന്ന ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് തള്ളിപ്പറയാൻ കഴിയുന്നില്ല? ചിലരൊക്കെ രഹസ്യമായി ചോദിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ടോ എന്ന് വരെ ചോദിക്കുന്നത് പല കോണുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ ആദ്യം തന്നെ തയ്യാറായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാകുമല്ലോ പിന്തുണച്ചുകൊണ്ടേയിരുന്നു. അവസാനം നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ മാത്രമാണ് തള്ളിപ്പറഞ്ഞത്. ഇവിടെ
ഈ സ്ത്രീ ലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയോട് ഉണ്ട് കേട്ടോ ചോദ്യം. ഈ സ്ത്രീ ലമ്പടന്മാരാണെന്നൊക്കെ മുഖ്യമന്ത്രിക്ക് അറിയാമെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന്റെ വടക്കൻ കേരളത്തിൽ പോളിംഗ് നടക്കുമ്പോൾ കണ്ണൂരിലെ പിണറായിയിലെ 1-ാം നമ്പർ ബൂത്തിൽ വന്നിട്ടല്ല മുഖ്യമന്ത്രി ഇത് ചോദിക്കേണ്ടത്. ഈ സ്ത്രീ ലമ്പടന്മാർക്കെതിരെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? 10 കൊല്ലമായി നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ. 10 കൊല്ലമായി കോൺഗ്രസിന്റെ നേതാക്കളൊന്നുമല്ല മുഖ്യമന്ത്രി, BJPയുടെ നേതാക്കളൊന്നുമല്ല മുഖ്യമന്ത്രി. ഈ ചോദ്യം ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഈ സ്ത്രീ ലമ്പടന്മാരൊക്കെ പുറത്തേക്ക് വന്നതിന് ശേഷം ഇവർക്കെതിരെ എന്താണ് ചെയ്തത്? ഇപ്പോൾ ഒരു SIT രൂപീകരിച്ചു. SIT രൂപീകരിച്ചതിന് ശേഷം ഇത്രയും ദിവസം വളരെ കൂളായി കറങ്ങി നടന്ന് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് കണ്ടോ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? കൂളായിട്ടുള്ള ഒരു വരവാണ്. അതെന്തുകൊണ്ടാണ്? താൻ ഫ്രീ ആണ് എന്നുള്ള ഒരു ആത്മവിശ്വാസമുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഞാൻ കണ്ടത്. അത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തെറ്റ് പറയുന്നില്ല. ഒരു സിസ്റ്റത്തിലെ എറർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഒരാൾക്ക് ഇങ്ങനെ ഫ്രീ വില്ലിൽ കൃത്യമായി അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുത്തതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് ആ ലീഗലായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. രാഹുൽ മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട് സെഷൻസിൽ നിന്ന്. അതുപോലെ തന്നെ അതിപ്പോൾ കണ്ടസ്റ്റ് ചെയ്ത് ഹൈക്കോടതിയിലേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ട് ടു അറസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഫ്രീ വില്ലിൽ വരാം, വന്ന് വോട്ട് ചെയ്യാം, പോകാം, ആർക്കും തടയാൻ കഴിയില്ല. പോലീസ് സുരക്ഷ MLA ആയതുകൊണ്ട് അതും ഏർപ്പെടുത്താം. അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രതിഷേധ സാധ്യതയുണ്ട്, അതുകൊണ്ട് പോലീസ് സുരക്ഷയാകാം, അതെല്ലാം ഉണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ വോട്ടർമാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സ്ത്രീ ലമ്പടന്മാർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് തിരിച്ചു മറുപടി പറയേണ്ട ഒരു ബാധ്യതയില്ലേ? ആ ഒരു ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കോൺഗ്രസ് ഈ നാടകമൊക്കെ എന്തിനാണ് കളിക്കുന്നത്? പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പുറത്താക്കി, എന്നിട്ട് വീണ്ടും വന്ന് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത അതിജീവിതയെ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന KPCC അധ്യക്ഷൻ. ആദ്യം മുതലേ രാഹുലിനെതിരെ നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഞാൻ VD സതീശൻ ഇതിൽ മാറ്റി നിർത്തുകയാണ്. കാരണം VD സതീശൻ ഇന്നും സണ്ണി ജോസഫ് പറഞ്ഞതിന് ഒപ്പം നിന്നിട്ടില്ല. അത് കോൺഗ്രസിലെ ഇൻഫൈറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് എന്തായാലും VD സതീശൻ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് ഒരു ക്ലിയർ സ്റ്റാൻഡാണ്. ആദ്യം മുതൽ തന്നെ ആ സ്റ്റാൻഡിൽ അയാൾ നിൽക്കുന്നുമുണ്ട്. ഈ രണ്ടാമത്തെ പരാതി ആസൂത്രിതം, രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ പറയുന്ന KPCC അധ്യക്ഷൻ അതിജീവിതയെ അപമാനിക്കുകയാണ് ഇന്ന് ചെയ്തത്. അത് അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മൾ കാണാൻ. ഞാൻ അന്നേ പറഞ്ഞു അടൂർ പ്രകാശ് ഒരു തുടക്കം മാത്രമാണ്. ഇതെല്ലാം പുറത്തേക്ക് വരുമെന്നേ, ഒരുപാട് കാലമൊന്നും ഇങ്ങനെ ഒളിച്ചിരിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ പ്രാദേശിക നേതൃത്വം, യൂത്ത് കോൺഗ്രസ്, KSU വാഹനത്തിനകത്തും ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ, വാഹനത്തിനകത്ത് കൂടെ ഉണ്ടായിരുന്നതാണ്. വാഹനത്തിനകത്തും പുറത്തും പോകുന്ന വഴിയിലുമെല്ലാം ഈ പറയുന്ന അനുചര വൃന്ദം, അത് കോൺഗ്രസ് കൊടുത്തിരിക്കുന്ന ടീമാണ്. ടീം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് സ്റ്റിൽ ആക്റ്റീവ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ ടീമാണ്, അത് ആക്റ്റീവ് ആയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന് ഗുണമല്ല ചെയ്യുക. യാദവകുലം പോലെ ഒരു ഡിസിന്റഗ്രേഷൻ കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിക്കാതിരിക്കട്ടെ. കണ്ണൂരിൽ വളരെ ഡള്ളായിരുന്നു ഇന്നത്തെ വോട്ടെടുപ്പ് ദിവസം കോൺഗ്രസ് ക്യാമ്പ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാൽ പൊതുജനം തള്ളിക്കളയും എന്ന് പറഞ്ഞതിനൊപ്പമാണോ ജനങ്ങൾ നിന്നതെന്നറിയാൻ ഈ ജനവിധി 13-ാം തീയതി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അതോ ഈ ലൈംഗിക വൈകൃതക്കാർക്കൊപ്പം പാർട്ടി നിൽക്കുന്നത് പോലെ ജനങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നോ കമന്റ്സ്. Meet the editors.